രാജസ്ഥാനിലെ ബഹസർ നഗർ നഗരത്തിൽ അന്ന് ഉച്ച സമയമായിരുന്നു. എന്നിട്ടും കവലയിൽ ആൾക്കൂട്ടത്തിന്റെ ആരവവും വാഹനങ്ങളുടെ തിരക്കും ശക്തമായിരുന്നു. ആളുകൾ ചൂടിനെ വകവയ്ക്കാതെ തങ്ങളുടെ ജോലികളിൽ വ്യാപൃതരായിരുന്നു. ചിലർ ഓഫീസിലേക്ക് ഓടുന്നു, ചിലർ കടകളിലേക്ക് സാധനങ്ങൾ കയറ്റുന്നു. സ്കൂട്ടറുകൾ, ഓട്ടോകൾ, ട്രക്കുകൾ, കാറുകൾ എല്ലാം അവരവരുടെ വേഗതയിലായിരുന്നു. ബഹസർ നഗർ കവല എല്ലായ്പ്പോഴും തിരക്കിന് പേരുകേട്ടതാണ്. എന്നാൽ അന്നവിടെ തികച്ചും വ്യത്യസ്തമായൊരു അന്തരീക്ഷമാണ് ഉണ്ടാകാൻ പോകുന്നത്. അതേസമയം ഒരു സാധാരണ മോട്ടോർ സൈക്കിൾ അതിവേഗത്തിൽ ആൾക്കൂട്ടത്തെ കീറിമുറിച്ച് ആ കവലയിലേക്ക് കുതിച്ചെത്തി. ആ മോട്ടോർ സൈക്കിളിൽ ഇരുന്നത് ഇന്ത്യൻ സൈന്യത്തിലെ ഒരു യുവാവായിരുന്നു. ഏകദേശം 24 വയസ്സുണ്ടാകും. അവന്റെ ശരീരത്തിൽ സൈനിക യൂണിഫോം ഉണ്ടായിരുന്നു. അവന്റെ മുഖത്ത് ക്ഷീണമായിരുന്നു. പക്ഷെ ആ ക്ഷീണത്തെക്കാൾ ഉപരി ഒരു തിളക്കമുണ്ടായിരുന്നു. അവന്റെ ചുണ്ടിൽ ഒതുങ്ങിയ ഒരു പുഞ്ചിരിയും കണ്ണുകളിൽ വീട്ടിലെത്താനുള്ള തിളക്കവും വ്യക്തമായി കാണാമായിരുന്നു. ആ സൈനികൻ കഴിഞ്ഞ കുറേ മാസങ്ങളായി അതിർത്തിയിൽ കാവൽ നിൽക്കുകയായിരുന്നു. അവിടെ അവൻ ഓരോ നിമിഷവും ജീവൻ പണയം വെച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ അവൻ അവധിയെടുത്ത് തന്റെ ഗ്രാമത്തിലേക്ക് മടങ്ങുകയായിരുന്നു. അവന്റെ ഈ മടങ്ങിപ്പോക്ക് ഒരു സാധാരണ കാരണം കൊണ്ടായിരുന്നില്ല, മറിച്ച് അവന്റെ സഹോദരിയുടെ വിവാഹം നിശ്ചയിച്ചിരുന്നു. അവന്റെ മാതാപിതാക്കൾ അവനു വേണ്ടി കണ്ണും നട്ടിരിക്കുകയായിരുന്നു. സൈനികൻ അവധിക്കായി അപേക്ഷിച്ചപ്പോൾ അവന്റെ കമാൻഡർ ഓഫീസർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, "പൊയ്ക്കോളൂ സൈനിക, നിന്റെ സഹോദരിയുടെ വിവാഹമാണ്. ഇത് യുദ്ധത്തെക്കാൾ കുറഞ്ഞതൊന്നുമല്ല." ആ സൈനികൻ ചിരിച്ചുകൊണ്ട് അവിടെ നിന്നും യാത്രയായി. ഇപ്പോൾ അവൻ ബഹസ് നഗരത്തിലേക്ക് എത്തുമ്പോൾ അവന്റെ മനസ്സ് വീടിന്റെ ഓർമ്മകളാൽ നിറഞ്ഞിരുന്നു. അമ്മയുടെ കൈകൊണ്ടുണ്ടാക്കിയ റൊട്ടികൾ കഴിക്കുമെന്നും, സഹോദരിയുടെ വിവാഹത്തിന് ചെണ്ടമേളത്തിനൊപ്പം നൃത്തം ചെയ്യുന്നുമെന്നും, അച്ഛന്റെ തോളിൽ ചേർന്ന് കുറച്ചുനേരം വിശ്രമിക്കുമെന്നും എല്ലാം അവൻ ചിന്തിച്ചു. എന്നാൽ ആ സൈനികന്റെ ഈ യാത്ര അത്ര ലളിതമായിരിക്കില്ലെന്ന് ആർക്കറിയാമായിരുന്നു. ഒരു മന്ത്രിയുടെ അഹങ്കാരവും അധികാരത്തിന്റെ ലഹരിയും അവന്റെ വഴിയിൽ തടസ്സമാകുമെന്ന് ആർക്കറിയാമായിരുന്നു. അവൻ ബഹസർ നഗർ കവലയുടെ അടുത്തേക്കെത്തിയപ്പോൾ റോഡിന്റെ മധ്യത്തിൽ ചുവപ്പ് ലൈറ്റുകൾ ഘടിപ്പിച്ച വെള്ള കാറുകൾ ഒന്നിനു പുറകെ ഒന്നായി നിരന്നു കിടക്കുന്നത് കണ്ടു. അവയ്ക്ക് ചുറ്റും കറുത്ത വസ്ത്രം ധരിച്ച സുരക്ഷാ ജീവനക്കാർ നിലയുറപ്പിച്ചിരുന്നു. കവലയുടെ മധ്യത്തിൽ നിന്ന ഒരു മനുഷ്യൻ വെള്ളക്കുർത്തയും ബ്രാൻഡഡ് ചെരുപ്പുകളും ധരിച്ച് ചുറ്റുമുള്ള പോലീസുകാർക്ക് നിർദ്ദേശങ്ങൾ നൽകുകയും കൈകൾ വീശി വാഹനങ്ങളെ തടയുകയുമായിരുന്നു. കവലയിലെ തിരക്ക് പൂർണ്ണമായും നിശ്ചലമായിരുന്നു. എല്ലാ യാത്രക്കാരും സ്തംഭിച്ചു നിന്ന് ഈ കാഴ്ച കാണുകയായിരുന്നു. ഗതാഗത പ്രവാഹം പൂർണ്ണമായും തടഞ്ഞിരുന്നു. സൈനികൻ പതിയെ തന്റെ ബൈക്ക് ഒരു വശത്ത് നിർത്തി. എന്നിട്ട് അടുത്തു നിന്ന ട്രാഫിക് പോലീസുകാരനോട് ചോദിച്ചു, "ഭായ് സാബ്, ഇവിടെ എന്താണ് സംഭവിച്ചത്? ഇത്രയും തിരക്കും വാഹനങ്ങൾ നിർത്തുന്നതുമൊക്കെ എന്തിനാണ്?" ട്രാഫിക് പോലീസുകാരൻ രൂക്ഷമായി നോക്കിക്കൊണ്ട് പറഞ്ഞു, "മന്ത്രിയുടെ സന്ദർശനമാണ്, എല്ലാവരും നിൽക്കണം." സൈനികൻ വിനയത്തോടെ പറഞ്ഞു, "ഞാൻ സൈനികനാണ്. അവധിക്ക് വീട്ടിലേക്ക് പോവുകയാണ്. എന്റെ സഹോദരിയുടെ വിവാഹമാണ്. എന്നെ പോകാൻ അനുവദിക്കണം." എന്നാൽ പോലീസുകാരൻ പറഞ്ഞു, "എല്ലാവർക്കും കല്യാണത്തിന് പോകാനുണ്ടാകും. ആദ്യം മന്ത്രി സാഹിബ് പോകും, എന്നിട്ടേ നിനക്കും പോകാൻ പറ്റുള്ളൂ." അപ്പോൾ സൈനികന് ഈ കാര്യത്തിൽ അസംതൃപ്തി തോന്നി. വെള്ളവസ്ത്രം ധരിച്ച് നിൽക്കുന്നയാൾ, അതായത് മന്ത്രി തന്നെ ഇപ്പോൾ അവനെ നോക്കുന്നുണ്ടായിരുന്നു. അവന്റെ നോട്ടം സൈനികന്റെ യൂണിഫോമിൽ പതിച്ചപ്പോൾ അദ്ദേഹം പരിഹാസത്തോടെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, "അയ്യോ, ഇവിടെ ഒരു പട്ടാളക്കാരനും നിൽക്കുന്നുണ്ടല്ലോ. എന്താണ് കാര്യം? നീ നിന്നതാണോ അതോ ഞങ്ങൾക്ക് സല്യൂട്ട് തരാൻ വന്നതാണോ?" സൈനികൻ സംയമനത്തോടെ പറഞ്ഞു, "മന്ത്രിജി, ഞാൻ സല്യൂട്ടിന് വന്നതല്ല. ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. എൻ്റെ സഹോദരിയുടെ വിവാഹമാണ്. എനിക്ക് കുറച്ച് ധൃതിയുണ്ട്. ദയവായി വഴി തരാൻ സഹായിക്കണം." അവന്റെ വാക്കുകൾ ചെവികൊള്ളാതെ മന്ത്രി ഉച്ചത്തിൽ പറഞ്ഞു, "നീ പട്ടാളക്കാരനാണെങ്കിൽ എന്താണ്? നിയമം എല്ലാവർക്കും ഒരേപോലെയാണ്. നിയമം ഞാനാണ്. എൻ്റെ കാർ പോകുന്നതുവരെ ഈ റോഡിലൂടെ ആരും പോകില്ല." സൈനികൻ അല്പം ദേഷ്യത്തോടെ പറഞ്ഞു, "മന്ത്രിജി, ഈ റോഡ് ആരുടെയും സ്വകാര്യ സ്വത്തല്ല. ഇത് സാധാരണ ജനങ്ങൾക്കു വേണ്ടി ഉണ്ടാക്കിയതാണ്. നിങ്ങൾക്ക് നിൽക്കണമെങ്കിൽ ഒരറ്റത്ത് മാറി നിൽക്കുക. കവലയിൽ വഴി തടയുന്നത് കുറ്റമാണ്." മന്ത്രിയുടെ പുരികം ചുളിഞ്ഞു. അദ്ദേഹം അടുത്തുനിന്ന പോലീസുകാരോട് പറഞ്ഞു, "ഇവനെ മനസ്സിലാക്കി കൊടുക്ക്. ഇവന്റെ സംസാരം കേട്ടില്ലേ?" പോലീസുകാരൻ മുന്നോട്ട് വന്നു. സൈനികനെ തള്ളിക്കൊണ്ട് പിന്നോട്ട് മാറ്റാൻ തുടങ്ങി.
എന്നാൽ സൈനികൻ തന്റെ സ്ഥാനത്ത് നിന്ന് മാറാൻ വിസമ്മതിച്ചു. അവൻ പറഞ്ഞു, നിങ്ങൾ നിയമത്തെ സംരക്ഷിക്കാനാണ്, അല്ലാതെ അധികാരത്തിന്റെ അടിമകളാകാനല്ല. മന്ത്രിക്ക് കടുത്ത ദേഷ്യം വന്നു. അദ്ദേഹം തന്റെ അംഗരക്ഷകർക്ക് ആംഗ്യം കാണിച്ചു. 4 കരുത്തരായ ആളുകൾ സൈനികന്റെ നേർക്ക് പാഞ്ഞെടുത്തു. സമാധാനപരമായ സംഭാഷണം അവസാനിച്ചു എന്ന് സൈനികൻ കണ്ടു. അവൻ തന്റെ മോട്ടോർ സൈക്കിൾ പൂട്ടി നേരെ ആ ആളുകളെ നോക്കി. അവന്റെ കണ്ണുകളിൽ ഭയത്തിന്റെ ഒരു കണിക പോലും ഉണ്ടായിരുന്നില്ല. അവൻ പറഞ്ഞു, നോക്കൂ, ഞാനൊരു കുറ്റവാളിയല്ല. ഞാനിവിടെ വഴക്കുണ്ടാക്കാൻ വന്നതുമല്ല. എന്നാൽ എന്റെ യൂണിഫോമിനെ അപമാനിച്ചാൽ ഞാൻ അതിന് മറുപടി നൽകും. ഞാൻ തലകുനിക്കില്ല, ഭയപ്പെടുകയുമില്ല, മുന്നിൽ ആരായാലും. മന്ത്രി ഉറക്കെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നീ എന്തു ചെയ്യാനാണ്? ഒരു പട്ടാളക്കാരനായിട്ട് എന്നെ ഭീഷണിപ്പെടുത്താനോ? ഞാൻ നിനക്ക് നിന്റെ അവസാനത്തെ വില കാണിച്ചു തരാം. ഇത് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരു മുതിർന്ന ഉദ്യോഗസ്ഥനെ വിളിച്ചു വരുത്തി. എന്നിട്ട് പറഞ്ഞു, ഇവനെ അറസ്റ്റ് ചെയ്. ഇവൻ എന്റെ വാക്ക് അനുസരിക്കുന്നില്ല. ഉദ്യോഗസ്ഥൻ ഓടി വന്ന് ചോദിച്ചു, മന്ത്രിജി, എന്താണ് ചെയ്യേണ്ടത്? മന്ത്രി പറഞ്ഞു, ഇവനെ അകത്തിടൂ. ഇവൻ രാജ്യദ്രോഹിയാണ്. ഉദ്യോഗസ്ഥൻ അല്പം മടിച്ചു. എന്നാൽ മന്ത്രിയുടെ സമ്മർദ്ദത്തിന് വഴങ്ങി അദ്ദേഹം 2 പോലീസുകാർക്ക് ആംഗ്യം നൽകി. സൈനികനെ പിടിക്കാൻ പോലീസുകാർ മുന്നോട്ട് വന്നു. എന്നാൽ സൈനികൻ പൂർണ്ണ ആത്മവിശ്വാസത്തോടെ പറഞ്ഞു, എന്റെ കുറ്റം എന്താണെന്ന് പറയുക. ഞാൻ വീട്ടിൽ പോകണമെന്ന് പറഞ്ഞതോ, ഞാൻ വഴി ആവശ്യപ്പെട്ടതോ, അതോ ഞാൻ ഈ രാജ്യത്തിന്റെ സൈനികനായതോ? പോലീസുകാർ അല്പം പിന്നോട്ട് മാറി. എന്നാൽ മന്ത്രി അലറിക്കൊണ്ട് പറഞ്ഞു, ഇവനെ ഇപ്പോൾ തന്നെ അകത്തിടൂ. ഇതാണ് എന്റെ ഉത്തരവ്. പോലീസുകാർ വീണ്ടും കൈകളിൽ പിടിക്കാൻ ശ്രമിച്ചു. എന്നാൽ സൈനികൻ കൈ തട്ടിക്കൊണ്ട് പറഞ്ഞു, നിങ്ങൾ ഒരു തവണ കൂടി കൈവച്ചാൽ ഞാൻ നിയമവും ഭരണഘടനയും അനുസരിച്ച് എന്റെ ആത്മാഭിമാനം സംരക്ഷിക്കും. അപ്പോഴാണ് ആൾക്കൂട്ടത്തിൽ നിന്ന് ചിലർ വിളിച്ചു പറയുന്നത്, സൈനികനെ തുടരുത്. അവൻ രാജ്യത്തെ സംരക്ഷിക്കുന്നവരാണ്. അവൻ നിങ്ങളെപ്പോലെയുള്ള നേതാക്കന്മാരെക്കാൾ എത്രയോ മുകളിലാണ്. ജനങ്ങളുടെ ശബ്ദമുയർന്നു. ആളുകൾ വീഡിയോ എടുക്കാൻ തുടങ്ങി. മന്ത്രി അലറിക്കൊണ്ട് പറഞ്ഞു, മൊബൈൽ താഴെയിടൂ. ഇത് സർക്കാർ നടപടിയാണ്. എന്നാൽ വൈകിയിരുന്നു. സൈനികൻ തന്റെ മൊബൈലിൽ റെക്കോർഡിംഗ് ആരംഭിച്ചു. എന്നിട്ട് പറഞ്ഞു, എന്റെ രാജ്യക്കാരെ, ഞാനൊരു ഇന്ത്യൻ സൈനികനാണ്. എന്റെ സഹോദരിയുടെ വിവാഹമാണ്. ഞാൻ വീട്ടിലേക്ക് മടങ്ങുകയാണ്. എന്നാൽ ഈ സംസ്ഥാനത്തെ മന്ത്രി എന്റെ യൂണിഫോമിനെ അപമാനിക്കുകയും എന്നെ ബലമായി തടയുകയും ചെയ്തു. എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഈ വീഡിയോ സാക്ഷിയായിരിക്കും. അപ്പോഴാണ് അതുവഴി ഒരു സൈനിക വാഹനം കടന്നുപോയത്. അതിൽ 4 സൈനികർ ഉണ്ടായിരുന്നു. അവർ ഈ രംഗം കണ്ടപ്പോൾ ഉടൻ വാഹനം നിർത്തി പുറത്തിറങ്ങി. സൈനികനോട് ചോദിച്ചു, എന്താണ് ബായ് കാര്യം? അവർ സത്യം കേട്ടപ്പോൾ അവരും ആ സൈനികനോടൊപ്പം നിന്നു. എന്നിട്ട് പറഞ്ഞു, ഞങ്ങളെല്ലാവരും ഇവനോടൊപ്പമുണ്ട്. ഇവനെ ആരെങ്കിലും തൊട്ടാൽ അവർ ഇന്ത്യൻ സൈന്യത്തെ മുഴുവൻ വെല്ലുവിളിക്കുകയാണെന്ന് കരുതിക്കോളൂ. മന്ത്രിയുടെ അംഗരക്ഷകർ പിന്നോട്ട് പോകാൻ തുടങ്ങി. മന്ത്രിയുടെ മുഖം വിളറി. അദ്ദേഹം പറഞ്ഞു, ഇതൊരു തെറ്റിദ്ധാരണയാണ്. ഞാൻ സുരക്ഷാ ക്രമീകരണങ്ങൾ ശ്രദ്ധിക്കുക മാത്രമായിരുന്നു. സൈനികൻ പറഞ്ഞു, നിങ്ങളുടെ സുരക്ഷ പൊതുജനത്തിന്റെ സ്വാതന്ത്ര്യം അടിച്ചമർത്തിക്കൊണ്ടാവരുത്. അതേസമയം ആൾക്കൂട്ടത്തിലും സൈനികർക്കും ഇടയിൽ നിന്ന ഒരു മുതിർന്ന ഉദ്യോഗസ്ഥൻ മുന്നോട്ട് വന്നു. എന്നിട്ട് പറഞ്ഞു, മന്ത്രിജി, ഇപ്പോൾ കാര്യങ്ങൾ കൈവിട്ടു പോയിരിക്കുന്നു. നിങ്ങൾ ഞങ്ങളോടൊപ്പം വരണം. മന്ത്രി വിറയ്ക്കുന്ന ശബ്ദത്തിൽ പറഞ്ഞു, ഞാൻ മന്ത്രിയാണ്. എന്നെ കൊണ്ടുപോകാൻ നിങ്ങൾക്ക് കഴിയില്ല. ഉദ്യോഗസ്ഥൻ പറഞ്ഞു, നിയമം എല്ലാവർക്കും ഒരേപോലെയാണ്. ഇന്ന് നിങ്ങളെ കസ്റ്റഡിയിൽ എടുക്കേണ്ടത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ്. മന്ത്രി കണ്ടു, ഇപ്പോൾ ആരും അവനെ പിന്തുണയ്ക്കുന്നില്ല. ജനങ്ങൾ മുദ്രാവാക്യം വിളിക്കുന്നു. സൈനികർ നിലയുറപ്പിച്ചിരിക്കുന്നു. ഉദ്യോഗസ്ഥൻ അവന്റെ മുന്നിലാണ്. അങ്ങനെ അവൻ തോൽവി സമ്മതിച്ചു. പോലീസ് വാഹനത്തിൽ കയറി. എന്നാൽ സൈനികന്റെ കണ്ണുകളിൽ ഇപ്പോഴും തീ ആളിക്കത്തുന്നുണ്ടായിരുന്നു. കാരണം ഈ പോരാട്ടം അവന്റെ ആത്മാഭിമാനത്തിനു വേണ്ടിയുള്ളതാണ്. അധികാരത്തിന്റെ ഗർവിൽ എന്തും ചവിട്ടി മെതിക്കപ്പെടുന്ന ഓരോ പൗരന്റെയും ശബ്ദമായിരുന്നു അത്. എന്നാൽ ഇതൊരു തുടക്കം മാത്രമായിരുന്നു. ഇനി നടക്കാൻ പോകുന്നത് സംസ്ഥാനം മുഴുവൻ ഞെട്ടിക്കാൻ പോകുന്നതായിരുന്നു. രാജസ്ഥാനിലെ ഉച്ചവെയിലിൽ തിളച്ചുമറിയുന്ന റോഡിൽ മന്ത്രി തന്റെ വാഹന വ്യൂഹവുമായി നിന്നപ്പോൾ മുന്നിൽ നെഞ്ചുവിരിച്ച് യൂണിഫോമിൽ തന്റെ നിലപാടിൽ ഉറച്ചുനിന്ന ആ യുവ ഇന്ത്യൻ സൈനികൻ അവിടുത്തെ ആൾക്കൂട്ടത്തെ നിശബ്ദമാക്കിയില്ല. പകരം കവലയിൽ വാഹനങ്ങളുടെ ശബ്ദവും ആളുകളുടെ അലർച്ചകളും VIP ഹോണുകളുടെ ശബ്ദവും അലയടിച്ചു. റോഡിന്റെ ഓരത്തുള്ള കടകൾക്ക് മുന്നിൽ ആളുകൾ തങ്ങി നിന്നു. കാഴ്ചക്കാരുടെ തിരക്ക് പതിയെ വർദ്ധിച്ചു. എല്ലാവരുടെയും ശ്രദ്ധ ആ സൈനികനിലും മന്ത്രിയിലുമായിരുന്നു. കാരണം ഇത് വെറുമൊരു വാക്കുതർക്കം മാത്രമായിരുന്നില്ല. ഇത് 2 ശക്തികളുടെ ഏറ്റുമുട്ടലായി മാറിയിരുന്നു.
ഒരു വശത്ത് അധികാരത്തിന്റെ അഹങ്കാരവും VIP മനോഭാവവും, എന്നാൽ മറുവശത്ത് ഒരു സൈനികന്റെ മര്യാദയും അവന്റെ കടമയും ആത്മാഭിമാനവും. മന്ത്രിയുടെ ആംഗ്യത്തിൽ പോലീസുകാരും അംഗരക്ഷകരും സൈനികന്റെ അടുത്തേക്ക് വന്ന് അവനെ ബലമായി മാറ്റാൻ ശ്രമിച്ചപ്പോഴും അവൻ തന്റെ സ്ഥാനത്ത് നിന്ന് ഒരിഞ്ച് പോലും അനങ്ങിയില്ല. അവന്റെ മുഖത്തെ ഭാവം ഒരു കൊടുങ്കാറ്റിനേക്കാൾ കുറഞ്ഞതായിരുന്നില്ല. അപ്പോഴാണ് ആൾക്കൂട്ടത്തിൽ നിന്ന് ആരോ മൊബൈലിൽ വീഡിയോ എടുക്കാൻ തുടങ്ങിയതും ആ രംഗം സോഷ്യൽ മീഡിയയിൽ തത്സമയം പോയതും മന്ത്രിക്ക് തോന്നി, ഇത് ദിവസവും നടക്കുന്ന കാര്യമാണ്. കുറച്ചു നേരത്തിനുള്ളിൽ എല്ലാം ശാന്തമാകും. പക്ഷേ ഈ സൈനികൻ ഒരു സാധാരണ വഴിയാത്രക്കാരനല്ലെന്ന് അദ്ദേഹം ചിന്തിച്ചില്ല. അതിർത്തിയിൽ ശത്രുക്കളുടെ കണ്ണിൽ നോക്കി നിൽക്കുന്നവനാണവൻ. ഒരു നേതാവിന്റെ അധികാരത്തെ അവൻ ഭയപ്പെടില്ല. അപ്പോഴാണ് സൈനികൻ വ്യക്തവും കടുത്തതുമായ വാക്കുകളിൽ പറഞ്ഞത്, നോക്കൂ, എനിക്ക് വീട്ടിലെത്തണം. എൻ്റെ സഹോദരിയുടെ വിവാഹമാണ്. എനിക്ക് പരിമിതമായ സമയമേ ഉള്ളൂ. ഞാനിവിടെ ആരുമായി വഴക്കുണ്ടാക്കാൻ വന്നതല്ല. എന്നാൽ നിങ്ങൾ നിങ്ങളുടെ ശക്തിയുടെ ബലത്തിൽ പരസ്യമായി നിയമം ലംഘിക്കുകയാണെങ്കിൽ എനിക്ക് നിർബന്ധമായും നടപടിയെടുക്കേണ്ടി വരും. മന്ത്രി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഹ, നീ എന്നോട് നടപടിയെടുക്കുമെന്നോ? നീ ആരാണെന്ന് നിനക്കറിയില്ലേ? എന്റെ ഒരൊറ്റ ആംഗ്യത്തിൽ നിന്നെ ജയിലിലടയ്ക്കും. അതിന് മറുപടിയായി സൈനികൻ ഗൗരവത്തോടെ നോക്കി പറഞ്ഞു, നിങ്ങൾ ആരായാലും എന്റെ യൂണിഫോം ഈ രാജ്യത്തിന്റെ ഭരണഘടനയെ സംരക്ഷിക്കുന്നു. നിങ്ങൾക്ക് എന്നെ ഭയപ്പെടുത്താൻ കഴിയില്ല. നിങ്ങൾ ഒരു പടി കൂടി മുന്നോട്ട് വെച്ചാൽ എന്റെ സൈനിക അവകാശങ്ങൾ ഉപയോഗിക്കാൻ ഞാൻ നിർബന്ധിതനാകും. ഇത് കേട്ടപ്പോൾ ആൾക്കൂട്ടത്തിൽ ഒരു ആവേശം പടർന്നു. അതുവരെ നിശബ്ദരായിരുന്ന ചിലർ സൈനികനെ പിന്തുണച്ച് സംസാരിക്കാൻ തുടങ്ങി. അപ്പോഴാണ് പോലീസുകാരൻ മന്ത്രിയോട് എന്തോ പറഞ്ഞത്. അദ്ദേഹത്തിന്റെ ആംഗ്യത്തിൽ സൈനികരെ പിടിക്കാൻ 2 കോൺസ്റ്റബിൾമാർ മുന്നോട്ട് വന്നു. എന്നാൽ സൈനികൻ പൂർണ്ണ സംയമനം പാലിച്ച് തന്റെ കൈ മുന്നോട്ട് നീട്ടി പറഞ്ഞു, എന്നെ തുടരുത്, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മറക്കാൻ കഴിയാത്തത് സംഭവിക്കും. ഇപ്പോൾ മന്ത്രി ഫോൺ വിളിച്ച് ജില്ലാ കളക്ടറെ വരുത്താൻ ഉത്തരവിട്ടു. എന്നിട്ട് പറഞ്ഞു, ഈ തമാശ ഇനിയും നടക്കില്ല. ഈ സൈനികൻ ഒരുപാട് സംസാരിക്കുന്നുണ്ട്. ഇനി അവൻ അതിന്റെ ഫലം കാണും. കുറച്ചു സമയത്തിനുള്ളിൽ ചുവപ്പ് ബീക്കൺ ലൈറ്റ് വെച്ച ജില്ലാ കളക്ടറുടെ കാർ ആൾക്കൂട്ടത്തെ കീറി മുറിച്ച് കവലയിലെത്തി. ജില്ലാ കളക്ടർ ഇറങ്ങി മന്ത്രിയുടെ അടുത്ത് ചെന്ന് നമസ്കാരം പറഞ്ഞു. മന്ത്രി മുഴുവൻ സംഭവവും അദ്ദേഹത്തോട് വിശദീകരിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇവൻ എന്നെ അപമാനിച്ചു. ഇവനെ ഇപ്പോൾ തന്നെ അറസ്റ്റ് ചെയ്യൂ. ജില്ലാ കളക്ടർ സൈനികന്റെ അടുത്തെത്തി. അദ്ദേഹത്തിന്റെ കണ്ണ് സൈനികന്റെ തോളിലെ റാങ്കിലും സൈനികനെ തിരിച്ചറിയൽ ചിഹ്നങ്ങളിലും പതിഞ്ഞു. ഒരു നിമിഷം അദ്ദേഹം ഒന്ന് നിന്നു. എന്നിട്ട് ഗൗരവത്തോടെ പറഞ്ഞു, നിങ്ങൾ രാജ്യത്തെ സേവിക്കുന്നു എന്നത് സത്യമാണ്. പക്ഷേ ഒരു VIP വാഹന വ്യൂഹത്തെ തടയാൻ നിങ്ങൾക്ക് കഴിയില്ല. സൈനികൻ വളരെ സംയമനത്തോടെ മറുപടി നൽകി, ഞാൻ ആരെയും തടയുന്നില്ല സാർ. മറിച്ച് ഈ മന്ത്രിയാണ് കവല തടിഞ്ഞ് പൊതുജനത്തിന്റെ വഴിയടയ്ക്കുന്നത്. ഇത് സാധാരണക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. ഞാൻ എന്റെ വഴിക്ക് പോവുകയായിരുന്നു. എന്നാൽ ഇദ്ദേഹം വഴി തടഞ്ഞത് മാത്രമല്ല, എന്നോട് മോശമായി പെരുമാറുകയും ചെയ്തു. ജില്ലാ കളക്ടർ ഇപ്പോൾ ആശയക്കുഴപ്പത്തിലായി. ഉടൻ നടപടിയെടുക്കാൻ മന്ത്രി കണ്ണുകൊണ്ട് ആവർത്തിച്ച് സൂചന നൽകുന്നുണ്ടായിരുന്നു. എന്നാൽ സൈനികന്റെ ആത്മവിശ്വാസത്തിനും സത്യത്തിനു മുന്നിൽ അദ്ദേഹം ഒന്ന് പതറി. അപ്പോഴാണ് അവിടെ നിന്നിരുന്ന ഒരു മുതിർന്ന പൗരൻ മുന്നോട്ട് വന്ന് പറഞ്ഞത്, ഞാനെല്ലാം എന്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്. ഈ സൈനികൻ തെറ്റൊന്നും പറയുന്നില്ല. മന്ത്രിയുടെ പെരുമാറ്റമാണ് ശരിയല്ലാത്തത്. പോലീസുകാരും മന്ത്രിയുടെ പക്ഷത്താണ്. അവരും മന്ത്രിയുടെ നിർദ്ദേശങ്ങൾ അനുസരിക്കുകയാണ്. പക്ഷേ ഈ സൈനികൻ തന്റെ വീട്ടിലേക്ക് പോവുകയായിരുന്നു. ഇപ്പോൾ ഈ വിഷയം അവിടെ തടിച്ചുകൂടിയ ആൾക്കൂട്ടത്തിനിടയിൽ പരന്നു. ആളുകൾ സൈനികനെ പിന്തുണച്ച് ശബ്ദമുയർത്താൻ തുടങ്ങി. സോഷ്യൽ മീഡിയയിൽ വീഡിയോ വൈറലായി. TV ചാനലുകളിൽ ബ്രേക്കിംഗ് ന്യൂസായി ഇത് സംപ്രേഷണം ചെയ്യാൻ തുടങ്ങി. രാജസ്ഥാനിൽ മന്ത്രിയും പട്ടാളക്കാരനും തമ്മിലുള്ള ഏറ്റുമുട്ടൽ ആളുകൾ തത്സമയം കണ്ടു. ട്വിറ്ററിൽ ഫൗജി വേഴ്സസ് മന്ത്രി എന്ന ഹാഷ്ടാഗുകൾ ട്രെൻഡിംഗ് ആയി. ആൾക്കൂട്ടം കൂടുതൽ പ്രകോപിതരാവുകയും ജില്ലാ കളക്ടർക്ക് സ്ഥിതിഗതികൾ നിയന്ത്രണാതീതമാവുകയും ചെയ്തു. അപ്പോഴാണ് സൈനികൻ പോക്കറ്റിൽ നിന്ന് മൊബൈൽ എടുത്ത് സൈന്യത്തിലെ ഉയർന്ന ഉദ്യോഗസ്ഥനെ വിളിക്കുകയും മുഴുവൻ സംഭവവും അറിയിക്കുകയും ചെയ്തത്. യൂണിഫോമിന് അപമാനമുണ്ടാക്കരുതെന്ന് ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കി. ആവശ്യമെങ്കിൽ സൈനിക സഹായം ലഭ്യമാക്കാമെന്നും അദ്ദേഹം അറിയിച്ചു. ഇത് കേട്ടതോടെ സൈനികന്റെ കണ്ണുകളിൽ കൂടുതൽ ദൃഢത വന്നു. അവൻ പറഞ്ഞു, ഞാൻ നിയമം പാലിക്കുന്നവനാണ്. എന്നാൽ എന്റെ യൂണിഫോമിലേക്ക് ആരെങ്കിലും വിരൽ ചൂണ്ടിയാൽ ഞാൻ നിശബ്ദനായിരിക്കില്ല. മന്ത്രി ഇപ്പോൾ ആൾക്കൂട്ടത്തിന്റെയും സോഷ്യൽ മീഡിയയുടെയും വർദ്ധിച്ചു വരുന്ന സമ്മർദ്ദം കൊണ്ട് അമ്പരന്നു പോയി. അവന്റെ കണ്ണുകളിൽ ആദ്യമായി ഭയത്തിന്റെ ഒരു മിന്നലാട്ടം കണ്ടു. കുറച്ചു നേരം മുമ്പ് വരെ അഹങ്കാരത്തോടെ അലറി വിളിച്ചിരുന്ന അവൻ പതിയെ പിന്നോട്ട് പോകാൻ തുടങ്ങി.
അപ്പോഴാണ് സൈന്യത്തിന്റെ ഒരു ജീപ്പ് അവിടെ എത്തി നിന്നത്. 2 ഉദ്യോഗസ്ഥർ പുറത്തിറങ്ങി. അവർ സാഹചര്യം വിലയിരുത്തി സൈനികനോട് വ്യക്തിപരമായി സംസാരിച്ചു. ഈ വിഷയം ഇനി പ്രാദേശികമല്ല, ദേശീയ തലത്തിൽ എത്തിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ മന്ത്രി പരിഭ്രാന്തനായി. സൈനിക ഉദ്യോഗസ്ഥർ ജില്ലാ കളക്ടറുമായി സംസാരിച്ചു. എന്നിട്ട് പറഞ്ഞു, ഈ സൈനികൻ ഒരു കുറ്റവും ചെയ്തിട്ടില്ല. മറിച്ച് അവൻ ക്ഷമയോടെയും മര്യാദയോടെയും തന്റെ വാദം അവതരിപ്പിച്ചു. നിങ്ങൾ അവനെ അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ ഇതിനെ എതിർക്കും. മന്ത്രിയുടെ മുഖത്ത് നിറം മാറി. അവൻ പിറുപിറുത്തു. ഇതെന്നെ അപമാനിക്കാനാണ്. ഇവർ എന്നെ കുടുക്കും. അപ്പോഴാണ് അവിടെയുണ്ടായിരുന്ന ഒരു മാധ്യമ റിപ്പോർട്ടർ മൈക്ക് നീട്ടി മന്ത്രിയോട് ചോദിച്ചത്, ഒരു സൈനികനോട് നിങ്ങൾ ഇങ്ങനെയാണോ പെരുമാറേണ്ടത്? മന്ത്രി മറുപടി നൽകാതെ ഉടൻ തന്നെ തന്റെ കാറിനടുത്തേക്ക് തിരിഞ്ഞു. എന്നാൽ ജനങ്ങളുടെ ബഹളവും പ്രതിഷേധവും അത്രയധികം വർദ്ധിച്ചിരുന്നു. അവന് കാറിനടുത്ത് എത്താൻ പോലും കഴിഞ്ഞില്ല. അപ്പോഴാണ് ഉച്ചത്തിലുള്ള ശബ്ദം ഉയർന്നത്. ജനങ്ങൾ മന്ത്രി മുർദാബാദ് എന്ന് മുദ്രാവാക്യം വിളിക്കാൻ തുടങ്ങി. പോലീസുകാർ അവനെ എങ്ങനെയോ കാറിലെത്തിച്ചു. പക്ഷെ അവന്റെ മുഖം വാടിയിരുന്നു, ശരീരം വിറയ്ക്കുന്നുണ്ടായിരുന്നു. അധികാരത്തിന്റെ ശക്തി എപ്പോഴും നിലനിൽക്കില്ലെന്നും ഒരു സൈനികന്റെ അന്തസ് ഒരു കാരണവശാലും ചെറുതായി കാണാൻ കഴിയില്ലെന്നും മന്ത്രി ആദ്യമായി തിരിച്ചറിഞ്ഞു. സൈനിക ഉദ്യോഗസ്ഥൻ ജില്ലാ കളക്ടറോട് വ്യക്തമായ വാക്കുകളിൽ പറഞ്ഞു, ഈ സൈനികനെതിരെ എന്തെങ്കിലും നടപടിയുണ്ടായാൽ ഞങ്ങൾ അതിനെ സൈനിക അപമാനമായി കണക്കാക്കും. അതിന്റെ ഫലം ഗുരുതരമായിരിക്കും. ജില്ലാ കളക്ടർ ഉടൻ തന്നെ തീരുമാനമെടുത്തു. സൈനികനെ ആദരവോടെ മുന്നോട്ടു പോകാൻ അനുവദിച്ചു. മന്ത്രിയുടെ ഈ വിഷയം ഇവിടെ അവസാനിപ്പിക്കാനും ആവശ്യപ്പെട്ടു. എന്നാൽ മന്ത്രി ഇപ്പോഴും തന്റെ അഹങ്കാരത്തിൽ മുഴുകിയിരുന്നു. അവൻ തിരിഞ്ഞു നോക്കി പറഞ്ഞു, ഞാൻ ഈ വിഷയം നിയമസഭയിൽ ഉന്നയിക്കും. ആ സൈനികനെ ഒരു പാഠം പഠിപ്പിക്കും. എന്നാൽ ഈ വിഷയം കവലയിൽ ഒതുങ്ങിയില്ലെന്ന് അവൻ അറിയില്ലായിരുന്നു. സോഷ്യൽ മീഡിയ, മാധ്യമ ചാനലുകൾ, പൊതുജനം എന്നിവർ ഈ വിഷയം ഏറ്റെടുത്തിരുന്നു. സൈനികൻ ഇപ്പോൾ തന്റെ ബൈക്കും എടുത്ത് മുന്നോട്ട് പോയി. എന്നാൽ അവന്റെ കണ്ണുകളിൽ സംതൃപ്തിയുണ്ടായിരുന്നു. അവൻ ആരോടും വഴക്കുണ്ടാക്കിയില്ല. അവൻ തന്റെ അന്തസ് നിലനിർത്തി. പിന്നിൽ മന്ത്രി തന്റെ കാറിൽ ഇരുന്ന് ചിന്തിക്കുകയായിരുന്നു. ഇത്രയും വലിയ അപമാനം അവൻ ഒരിക്കലും കണ്ടിട്ടില്ല. ഒരു സൈനികന്റെ മുമ്പിൽ ഇങ്ങനെ തലകുനിക്കേണ്ടി വന്നിട്ടുമില്ല. എന്നാൽ ഇതൊരു തുടക്കം മാത്രമായിരുന്നു. കാരണം അടുത്ത ദിവസം ഈ സംഭവം അവന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ തന്നെ തകർക്കാൻ പോകുന്ന രൂപമെടുത്തു. രാജസ്ഥാനിലെ പ്രശസ്തമായ രാംലീല ചൗക്കിൽ മന്ത്രിയുടെ അംഗരക്ഷകർ സൈനികന്റെ അടുത്തേക്ക് നീങ്ങിയപ്പോൾ റോഡിന്റെ ഇരുവശത്തും തടിച്ചുകൂടിയ ആൾക്കൂട്ടത്തിനിടയിൽ പെട്ടെന്നൊരു ചലനമുണ്ടായി. മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ഒരു ഇന്ത്യൻ ആർമി സൈനികനെ എന്തിനാണ് ഇങ്ങനെ ഭീഷണിപ്പെടുത്തുന്നതെന്ന് അവിടെ കൂടിയ സാധാരണക്കാർക്ക് മനസ്സിലായില്ല. ആൾക്കൂട്ടത്തിൽ ചിലർ വീഡിയോ എടുക്കാൻ തുടങ്ങി. ചിലർ അലറി വിളിച്ചു, അയ്യോ, ഇത് ഇന്ത്യൻ സൈനികനാണ്. രാജ്യത്തിന്റെ അതിർത്തികൾ ഇവനെ എന്തിനാണ് അപമാനിക്കുന്നത്? ഇത് തെറ്റാണ്. എന്നാൽ മന്ത്രിയുടെ അഹങ്കാരം 7ാം ആകാശത്തായിരുന്നു. അവന്റെ മുഖത്ത് അതേ സ്വേച്ഛാധിപത്യ ചിരിയുണ്ടായിരുന്നു. ഈ രാജ്യത്തെ നിയമത്തെക്കുറിച്ചോ വ്യവസ്ഥയെക്കുറിച്ചോ അവന് ഒട്ടും ശ്രദ്ധയില്ലെന്ന് തോന്നി. അപ്പോഴാണ് മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം അവിടെ എത്തിയ പോലീസ് സബ് ഇൻസ്പെക്ടർ സൈനികന്റെ നേർക്ക് വിരൽ ചൂണ്ടി പറഞ്ഞത്, വരൂ, ഞങ്ങളോടൊപ്പം സ്റ്റേഷനിലേക്ക്. നിങ്ങൾ മന്ത്രിയെ അപമാനിച്ചു. സൈനികൻ ശാന്തസ്വരത്തിൽ പറഞ്ഞു, ഞാൻ ആരെയും അപമാനിച്ചിട്ടില്ല. ഒരു നിയമവും ലംഘിച്ചിട്ടില്ല. ഞാൻ എൻ്റെ അവധിക്ക് വീട്ടിലേക്ക് പോവുകയായിരുന്നു. എനിക്ക് വഴിയാണ് വേണ്ടിയിരുന്നത്. ഞാൻ വിനയത്തോടെയാണ് ചോദിച്ചത്. എന്നാൽ മന്ത്രിയാണ് മോശമായി പെരുമാറിയത്. നിങ്ങൾക്ക് വേണമെങ്കിൽ എൻ്റെ പേരിൽ പരാതി രജിസ്റ്റർ ചെയ്യാം. എന്നാൽ നിയമപരമായ ഉത്തരവില്ലാതെ ഞാൻ ഒരിടത്തേക്കും വരില്ല. ഇതു കേട്ട് മന്ത്രിക്ക് കടുത്ത ദേഷ്യം വന്നു. അവൻ സബ് ഇൻസ്പെക്ടറോട് പറഞ്ഞു, അയ്യോ മണ്ട, നീ ഇതുവരെ ഇവരെ എന്തുകൊണ്ടാണ് കൊണ്ടുപോവാത്തത്? ഞാൻ മന്ത്രിയാണ്. ഞാൻ പറയുന്നത് തന്നെയാണ് നിയമം. അപ്പോഴാണ് സൈനികൻ ഒരുപടി മുന്നോട്ട് വെച്ച് പറഞ്ഞത്, നിങ്ങൾ മന്ത്രിയാണ്. നിങ്ങൾക്ക് ബഹുമാനം അർഹിക്കുന്നു. എന്നാൽ ഈ രാജ്യത്തെ ഏറ്റവും വലുത് ഭരണഘടനയാണ്. അതിൽ ഓരോ പൗരനും തുല്യ അവകാശമുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ എനിക്കെതിരെ നടപടിയെടുക്കാം. പക്ഷേ ഞാൻ ഭയപ്പെടില്ല, പിന്നോട്ട് പോകില്ല. ഇതു കേട്ട് മന്ത്രിയുടെ മുഖത്തെ നിറം മാറി. വെറും 24 വയസ്സുള്ള ഒരു യുവാവിന് ഇത്ര ധൈര്യം എങ്ങനെ വന്നു എന്ന് അവന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അപ്പോഴാണ് ആൾക്കൂട്ടത്തിൽ നിന്ന് ഒരു വയസ്സായ ആൾ അലറി വിളിച്ചത്, അയ്യോ, ഇത് ഞങ്ങളുടെ ഗ്രാമത്തിലെ മകനാണ്. അതിർത്തിയിൽ നിന്ന് മടങ്ങിയെത്തിയവനാണ്. രാജ്യത്തെ സേവിക്കുന്നവനാണ്. ഇവനെ അപമാനിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ഇതിനെ തുടർന്ന് അവിടെ തടിച്ചുകൂടിയ ജനക്കൂട്ടം മന്ത്രിക്കെതിരെ ശബ്ദമുയർത്താൻ തുടങ്ങി. പോലീസുകാർ ആശയക്കുഴപ്പത്തിലായി.
ആരെ പിന്തുണയ്ക്കണം? അപ്പോഴാണ് സൈനികൻ പോക്കറ്റിൽ നിന്ന് മൊബൈൽ എടുത്ത് സൈന്യത്തിലെ തന്റെ ഉയർന്ന ഉദ്യോഗസ്ഥനെ വിളിക്കുകയും സാഹചര്യം അറിയിക്കുകയും ചെയ്തത്. ഇതു കേട്ട് അപ്പുറത്ത് നിന്ന് പറഞ്ഞു, നിങ്ങൾ അവിടെ തന്നെ നിൽക്കുക. ഒരു കാരണവശാലും തലകുനിക്കരുത്. ഞങ്ങൾ ഭരണകൂടവുമായി സംസാരിക്കുന്നുണ്ട്. ഉയർന്ന തലത്തിൽ വിവരം കൈമാറിയെന്ന് സൈനികൻ അവിടെയുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥനെ അറിയിച്ചതോടെ സബ് ഇൻസ്പെക്ടർ പതിയെ പിന്നോട്ട് പോകാൻ തുടങ്ങി. എന്നാൽ മന്ത്രി അവന്റെ കയ്യിൽ പിടിച്ചു പറഞ്ഞു, ഞാൻ ഉത്തരവിടുകയാണ്. ഇവനെ ഉടൻ അറസ്റ്റ് ചെയ്യുക, ഇല്ലെങ്കിൽ നിന്റെ ജോലി പോകും. എന്നാൽ ഇത്തവണ സബ് ഇൻസ്പെക്ടറും ഭയന്നു. കാരണം വിഷയം ഇപ്പോൾ വളരെ വലുതായി മാറിയിരുന്നു. പൊതുജനം പ്രകോപിതരായി. സൈന്യത്തിൽ നിന്ന് സന്ദേശവും എത്തിയിരുന്നു. അപ്പോഴാണ് പെട്ടെന്ന് സൈറം ശബ്ദം കേട്ടത്. നിമിഷങ്ങൾക്കുള്ളിൽ 3 സൈനിക വാഹനങ്ങളും ഒരു SUV കാറും അവിടെ എത്തി. SP കാറിൽ നിന്നിറങ്ങി സൈനികന്റെ അടുത്തെത്തി ചോദിച്ചു, നിങ്ങളെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ, അല്ലെങ്കിൽ ബുദ്ധിമുട്ടിപ്പിച്ചോ? സൈനികൻ സംയമനത്തോടെ മുഴുവൻ കാര്യവും പറഞ്ഞു. തെളിവായി തന്റെ ബോഡി ക്യാമറ കാണിച്ചു. അതിൽ മുഴുവൻ സംഭവവും റെക്കോർഡ് ചെയ്തിരുന്നു. SP വീഡിയോ കണ്ടു. ഉടൻ മന്ത്രിയുടെ നേർക്ക് നോക്കി. മന്ത്രിയുടെ മുഖം വിളറി. അവൻ പതിയെ പിന്നോട്ട് പോയി പറഞ്ഞു, അയ്യോ, ഞാൻ ക്രമസമാധാനം നിലനിർത്താൻ ശ്രമിക്കുകയായിരുന്നു. ഈ ചെറുപ്പക്കാരൻ നന്നായി സംസാരിക്കുന്നവനാണ്. എനിക്ക് തെറ്റിദ്ധാരണ പറ്റിയതാണ്. എന്നാൽ വൈകിയിരുന്നു. SP മന്ത്രിയോട് പറഞ്ഞു, നിങ്ങൾ ഞങ്ങളോടൊപ്പം വരൂ. അന്വേഷണത്തിൽ സഹകരിക്കൂ. കാരണം വിഷയം സെൻസിറ്റീവാണ്. പൊതുജനമധ്യത്തിൽ നിങ്ങൾക്കെതിരെ ആരോപണങ്ങളുണ്ട്. തെളിവുകളും ലഭ്യമാണ്. മന്ത്രി വിറച്ചുകൊണ്ട് പറഞ്ഞു, പക്ഷേ ഞാൻ മന്ത്രിയാണ്. എനിക്ക് പ്രത്യേക അവകാശങ്ങളുണ്ട്. SP ശാന്തമായ സ്വരത്തിൽ പറഞ്ഞു. ജനാധിപത്യത്തിൽ ആരും നിയമത്തിന് അതീതരല്ല. ദയവായി ഞങ്ങളോടൊപ്പം വരൂ. അപ്പോഴാണ് അവിടെയുണ്ടായിരുന്ന ആർമി ഓഫീസർ മറ്റൊരു വാഹനത്തിൽ നിന്ന് ഇറങ്ങി. അയാൾ മന്ത്രിയുടെ നേർക്ക് നോക്കി പറഞ്ഞു, നിങ്ങളെപ്പോലെയുള്ളവർ കാരണമാണ് രാജ്യത്തിന്റെ പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽക്കുന്നത്. അതിർത്തിയിൽ വെടിയേൽക്കുന്ന ഒരു സൈനികന് ബഹുമാനമില്ല. എന്നിട്ട് നിങ്ങളെപ്പോലെയുള്ളവർ അധികാരത്തിന്റെ ലഹരിയിൽ അവനെ പരസ്യമായി അപമാനിക്കുന്നു. ഇനി രാജ്യം നിശബ്ദരായിരിക്കില്ല. ഇതിനുശേഷം മന്ത്രി സുരക്ഷാ വലയത്തിൽ വാഹനത്തിലിരുത്തി. SP പ്രഖ്യാപിച്ചു, ഈ കേസിൽ നിഷ്പക്ഷമായ അന്വേഷണം നടക്കും. അപ്പോഴേക്കും ആയിരക്കണക്കിന് ആളുകൾ അവിടെ തടിച്ചുകൂടിയിരുന്നു. ആളുകൾ സൈനികന് പിന്തുണ പ്രഖ്യാപിച്ച് മുദ്രാവാക്യം വിളിച്ചു. വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. ഒരു സൈനികൻ ഒറ്റയ്ക്ക് നിന്ന് എങ്ങനെയാണ് അധികാരത്തിന്റെ അഹങ്കാരത്തെ വെല്ലുവിളിച്ചതെന്നും വിജയിച്ചതെന്നും എല്ലായിടത്തും ചർച്ചയായിരുന്നു. ആൾക്കൂട്ടത്തിലുണ്ടായിരുന്ന ചില യുവാക്കൾ പറഞ്ഞു, ഇന്ന് ആദ്യമായി തോന്നി യൂണിഫോമിന് ശരിക്കും ബഹുമാനം ലഭിക്കണം. അപ്പോഴാണ് സൈനികന്റെ പോക്കറ്റിലിരുന്ന ഫോൺ വീണ്ടും ശബ്ദിച്ചത്. അവൻ തന്റെ മുതിർന്ന ഉദ്യോഗസ്ഥനുമായി സംസാരിച്ചു. ഉദ്യോഗസ്ഥൻ പറഞ്ഞു, നിങ്ങൾ വളരെ നന്നായി ചെയ്തു. സംയമനം പാലിക്കുക, സാഹചര്യം നിയന്ത്രണത്തിലാക്കുക. ഇത് നിങ്ങളുടെ ധൈര്യത്തിന്റെയും അച്ചടക്കത്തിന്റെയും തെളിവാണ്. ഞങ്ങൾ പൂർണ്ണമായും നിങ്ങളോടൊപ്പമുണ്ട്. സൈനികൻ വിനയത്തോടെ മറുപടി നൽകി, സർ, ഇതെന്റെ കടമയായിരുന്നു. എന്റെ ബഹുമാനവും ഈ യൂണിഫോമിലാണ്. ഞാൻ അതിനെ ഒരിക്കലും കളങ്കപ്പെടുത്താൻ അനുവദിക്കില്ല. ഇതിനുശേഷം സൈനികൻ അവിടെയുണ്ടായിരുന്ന ആളുകളോട് കൈകൂപ്പി നന്ദി പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഞാൻ എന്റെ വീട്ടിലേക്ക് പോവുകയായിരുന്നു. എന്റെ സഹോദരിയുടെ വിവാഹത്തിന് സമയത്തിന് എത്തണമെന്ന് ആഗ്രഹിച്ചു. എന്നാൽ സംഭവിച്ചത് എനിക്കും അപ്രതീക്ഷിതമായിരുന്നു. നമ്മുടെ സമൂഹത്തിൽ നിയമത്തെ ബഹുമാനിക്കണമെന്നും യൂണിഫോം ധരിച്ചവർക്ക് അവരുടെ അവകാശം ലഭിക്കണമെന്നും ഞാൻ ആഗ്രഹിച്ചു. ഇതിനുശേഷം സൈനികൻ വീണ്ടും തന്റെ ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു. എന്നാൽ ഇത്തവണ അവിടെ തടിച്ചുകൂടി ആയിരക്കണക്കിന് ആളുകളുടെ കയ്യടിക്കും ജൈവിളികൾക്കും ഇടയിലാണ് അവൻ മുന്നോട്ടു പോയത്. എന്നാൽ മന്ത്രിയെ കൊണ്ടുപോയ വാഹനത്തിൽ അവന്റെ അവസ്ഥ പൂർണ്ണമായും മാറിയിരുന്നു. അതുവരെ അഹങ്കാരത്തിൽ മുഴുകിയിരുന്നവൻ ഇപ്പോൾ തോൽവി സമ്മതിച്ചവനെ പോലെ തലകുനിച്ചിരുന്നു. രാജ്യം മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് അവൻ തിരിച്ചറിഞ്ഞു. ആളുകൾ ഇനി അനീതി സഹിക്കില്ല, പ്രത്യേകിച്ചും യൂണിഫോം ധരിച്ച് രാജ്യത്തെ സംരക്ഷിക്കുന്നവർക്കു നേരെയുള്ളത്. എങ്ങനെയാണ് ഒരു യുവ സൈനികൻ നിയമത്തിന്റെ അന്തസ്സ് നിലനിർത്തിക്കൊണ്ട് ഒരു മന്ത്രിയുടെ അതിക്രമം എല്ലാവരുടെയും മുന്നിൽ തുറന്നു കാട്ടിയത് എന്നതിനെക്കുറിച്ചായിരുന്നു എല്ലാ ചാനലുകളുടെയും ചർച്ച. ചില ചാനലുകാർ സംഭവ സ്ഥലത്തെത്തി ആളുകളിൽ നിന്ന് പ്രതികരണവും തേടി. ഉദ്ദേശം ശക്തമാണെങ്കിൽ ഏത് ശക്തിക്കുമേൽ വിജയം നേടാൻ കഴിയുമെന്ന് ഞങ്ങളെ പഠിപ്പിച്ച ആ സൈനികരിൽ ഞങ്ങൾ അഭിമാനിക്കുന്നെന്ന് ആളുകൾ പറഞ്ഞു. സൈനികന്റെ പേരും എല്ലായിടത്തും മുഴങ്ങി. സോഷ്യൽ മീഡിയയിൽ അവനെ പിന്തുണച്ചുകൊണ്ട് ലക്ഷക്കണക്കിന് പോസ്റ്റുകളും വീഡിയോകളും പങ്കുവച്ചു. ഇതിനിടയിൽ മന്ത്രിയുടെ കൂട്ടാളികൾക്കും രാഷ്ട്രീയ പാർട്ടിക്കുമിടയിൽ ഒരു കോളിളക്കം ഉണ്ടായി. കാരണം ഈ വിഷയം ഒരു റോഡിലെ തർക്കം മാത്രമായിരുന്നില്ല, മറിച്ച് ഒരു ദേശീയ ചർച്ചാ വിഷയമായി മാറിയിരുന്നു. അങ്ങനെയുള്ള ഒരു മന്ത്രിക്കെതിരെ സർക്കാർ
നടപടിയെടുക്കുമോ ഇല്ലയോ എന്നറിയാൻ ആളുകൾ ഉറ്റുനോക്കി. എന്നാൽ സൈനികൻ ഇപ്പോഴും ശാന്തനായിരുന്നു. അവന് അഹങ്കാരമോ സംതൃപ്തിയോ ഉണ്ടായിരുന്നില്ല. അവൻ വേഗം ഗ്രാമത്തിലെത്തി സഹോദരിയുടെ വിവാഹത്തിൽ പങ്കെടുക്കണമെന്ന് മാത്രം ആഗ്രഹിച്ചു. അവൻ്റെ മാതാപിതാക്കൾ അവനെ കാത്തിരിക്കുന്നുണ്ടാകുമെന്ന് അവൻ അറിയാമായിരുന്നു. അവൻ്റെ സഹോദരി അവൻ്റെ കയ്യിൽ രാഖി കെട്ടാൻ ആവേശത്തിലായിരിക്കും. അവനായിരുന്നു യഥാർത്ഥ ബഹുമാനം. അവൻ്റെ ബൈക്കിൻ്റെ വേഗത വർദ്ധിച്ചു. എന്നാൽ അവൻ്റെ കണ്ണുകളിൽ നിന്ന് ഒരു പുതിയ ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. കാരണം സത്യത്തോടൊപ്പം നിന്നാൽ രാജ്യം മുഴുവൻ അവനോടൊപ്പം നിൽക്കുമെന്ന് അവൻ മനസ്സിലാക്കിയിരുന്നു. അവൻ്റെ ബൈക്ക് അവൻ്റെ വീടിൻ്റെ വഴിയിലൂടെ മുന്നോട്ട് പോയി. എന്നാൽ പിന്നിൽ അവൻ ഒരു ചരിത്രം എഴുതിയ കവലയെ ഉപേക്ഷിച്ചിരുന്നു. അവിടെ ഒരു സൈനികൻ ഒരു മന്ത്രിയെ പഠിപ്പിച്ചത് ജനാധിപത്യത്തിൽ ശക്തിയല്ല, സത്യമാണ് ഏറ്റവും വലുതെന്നായിരുന്നു. രാജസ്ഥാനിലെ ചുട്ടുപൊള്ളുന്ന കാലാവസ്ഥയിൽ രാജ്യത്തിൻ്റെ മണ്ണ് ചൂടുപിടിക്കുകയും ജനങ്ങൾ ആകാശത്ത് നിന്ന് ഒരു തുള്ളി ആശ്വാസത്തിനായി കൊതിക്കുകയും ചെയ്തിരുന്ന സമയത്ത് ബാസ്നഗർ കവലയിൽ സംഭവിച്ചത് സംസ്ഥാന രാഷ്ട്രീയത്തിലും ഭരണത്തിലും ഒരു ഭൂകമ്പം സൃഷ്ടിച്ചു. കാരണം ആ ഏറ്റുമുട്ടൽ വെറുമൊരു സൈനികനും ഒരു മന്ത്രിയും തമ്മിലായിരുന്നില്ല, മറിച്ചത് അഹങ്കാരവും അച്ചടക്കവും തമ്മിലുള്ള, ഗർവും ഉത്തരവാദിത്വവും തമ്മിലുള്ള ഏറ്റുമുട്ടലായിരുന്നു. അന്ന് ബാസ്നഗർ കവലയിൽ ഇന്ത്യൻ സൈനികൻ അഭയ് പ്രതാപ് സിംഗ് തൻ്റെ യൂണിഫോമിൻ്റെയും ആത്മാഭിമാനത്തിൻ്റെയും സംരക്ഷണത്തിനായി മന്ത്രി രഘുവർ സിംഗുമായി ഏറ്റുമുട്ടിയപ്പോൾ ഈ ഏറ്റുമുട്ടൽ ഒരു പ്രക്ഷോഭമായി മാറുമെന്ന് ആരും കരുതിയില്ല. ഒരു മന്ത്രി എങ്ങനെയാണ് സാധാരണ ജനങ്ങളോട് ആക്രോശിക്കുന്നതെന്നും വാഹനങ്ങൾ തടഞ്ഞ് തൻ്റെ അധികാരം കാണിക്കുന്നതെന്നും ആരെങ്കിലും എതിർത്താൽ അവരെ അപമാനിക്കാൻ ശ്രമിക്കുന്നതെങ്ങനെയെന്നും ആയിരക്കണക്കിന് ആളുകൾ കണ്ടപ്പോൾ ജനങ്ങളുടെ ഉള്ളിൽ ഒതുങ്ങിയ രോക്ഷം പുറത്തു വന്നു. അഭയ് മന്ത്രിക്ക് അവൻ്റെ അവസാനത്തെ വില കാണിച്ചു കൊടുക്കുക മാത്രമല്ല ചെയ്തത്, രാജ്യത്തിൻ്റെ സുരക്ഷയിൽ ഏർപ്പെട്ടിരിക്കുന്ന സൈനികർക്ക് രാജ്യത്തിൻ്റെ അതിർത്തികളിൽ പോരാടാൻ കഴിയുമെങ്കിൽ രാജ്യത്തിനകത്തുള്ള അനീതിക്കും അഴിമതിക്കുമെതിരെ പോരാടാൻ പിന്നോട്ട് പോകില്ലെന്ന് മുഴുവൻ സിസ്റ്റത്തിനും ഒരു മുന്നറിയിപ്പ് നൽകി. മന്ത്രിയോട് അഭയ് മുന്നിൽ നിന്നുകൊണ്ട് പറഞ്ഞത്, നിങ്ങൾ മന്ത്രിയായാലും മുഖ്യമന്ത്രിയായാലും നിയമം എല്ലാവർക്കും ഒരേപോലെ ബാധകമാണ്. ഒരു പൗരനെയും അപമാനിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. അപ്പോൾ തന്നെ മന്ത്രി അവനെ അറസ്റ്റ് ചെയ്യാൻ പോലീസിന് ആംഗ്യം കാണിച്ചിരുന്നു. എന്നാൽ പോലീസ് സബ് ഇൻസ്പെക്ടർ മന്ത്രിയുടെ മുന്നിൽ തലകുനിച്ച് നിൽക്കുകയും സൈനികനെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തപ്പോൾ ആ രംഗം കൂടുതൽ ഭീകരമായി. അഭയ് സംയമനം കൈവിട്ടില്ല. അവന് ഒരൊറ്റ കാര്യമേ പറയാനുണ്ടായിരുന്നുള്ളൂ, നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ എന്നെ വിലങ്ങ് വയ്ക്കൂ. പക്ഷേ ഓർക്കുക, ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ യൂണിഫോം എന്നോടൊപ്പമുണ്ട്. യൂണിഫോമിൻ്റെ അപമാനം രാജ്യത്തിൻ്റെ മുഴുവൻ അപമാനമാണ്. ഇതുകേട്ട ജനക്കൂട്ടത്തിൽ നിന്ന് ശബ്ദങ്ങൾ ഉയർന്നു. ആളുകൾ സൈനികന് പിന്തുണയുമായി വന്നു. അപ്പോഴാണ് ആരോ വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തത്. നിമിഷങ്ങൾക്കുള്ളിൽ ആ വീഡിയോ വൈറലായി. രാജ്യത്തുടനീളമുള്ള വിരമിച്ച സൈനിക ഉദ്യോഗസ്ഥർ, മുൻ സൈനികർ, ആയിരക്കണക്കിന് യുവാക്കൾ എന്നിവർ തെരുവിലിറങ്ങി പ്രതിഷേധിച്ചു. മാധ്യമ ചാനലുകളും ബാസ്നഗർ കവലയിലെത്തി. രാജ്യത്തിൻ്റെ മുഴുവൻ ശ്രദ്ധയും ഈ ചെറിയ കവലയിലേക്ക് തിരിഞ്ഞു. ഒരു വശത്ത് അധികാരത്തിൻ്റെ അഹങ്കാരമുള്ള മന്ത്രി രഘുവർ സിംഗ്, മറുവശത്ത് യൂണിഫോമിൻ്റെ അന്തസ്സുള്ള ഒരു സൈനികൻ. എന്നാൽ മാധ്യമങ്ങൾ മന്ത്രിയോട് ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ അവൻ പരിഭ്രാന്തനായി. തിരിച്ച് മാധ്യമ പ്രവർത്തകരെ ഭീഷണിപ്പെടുത്താൻ തുടങ്ങി. എന്നാൽ അവൻ്റെ ഈ മനോഭാവം അവന് തന്നെ കുരുക്കായി മാറി. കാരണം വീഡിയോയിൽ അവൻ തൻ്റെ സ്വാധീനം എങ്ങനെയാണ് ദുരുപയോഗം ചെയ്തതെന്ന് വ്യക്തമായിരുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഈ വാർത്ത എത്തി. ഉടൻ തന്നെ സംസ്ഥാന ആഭ്യന്തര സെക്രട്ടറി ഒരു അന്വേഷണ സമിതി രൂപീകരിച്ചു. സൈന്യത്തിന്റെ ഭാഗത്തു നിന്നും പ്രതിരോധ മന്ത്രാലയം ഈ വിഷയം ഏറ്റെടുത്തു. ഇതിന്റെ ഗൗരവം കണക്കിലെടുത്ത് സൈനികനെ അപമാനിക്കുന്നത് രാജ്യസുരക്ഷാ സംവിധാനത്തിന് ചോദ്യചിഹ്നം ഉയർത്തുന്നതിനാൽ സംസ്ഥാന സർക്കാരിന്മേൽ സമ്മർദ്ദം ചെലുത്തി. അഭയ് പ്രതാപ് സിംഗിന് ക്ലീൻ ചിറ്റ് നൽകുക മാത്രമല്ല ചെയ്തത്, മുഖ്യമന്ത്രി തന്നെ അവനെ ഫോണിൽ വിളിച്ച് ക്ഷമ ചോദിച്ചു. മറുവശത്ത് മന്ത്രി രഘുവർ സിംഗിനെ ഉടൻ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കി. അവനെതിരെ FIR ഫയൽ ചെയ്തു. പോലീസ് അറസ്റ്റ് വാറന്റുമായി മന്ത്രിയുടെ ബംഗ്ലാവിലെത്തിയപ്പോൾ അവൻ വാതിലടച്ചു. എന്നാൽ ഹൈക്കോടതിയുടെ ഉത്തരവിനെ തുടർന്ന് അന്ന് വൈകുന്നേരം അവനെ അറസ്റ്റ് ചെയ്തു. ഈ സംഭവം ഒരു മാതൃക സൃഷ്ടിച്ചു. ഒരാൾ ഏത് പദവിയിലിരുന്നാലും നിയമം ലംഘിക്കുകയാണെങ്കിൽ അവന് രക്ഷപ്പെടാൻ കഴിയില്ല. രാജ്യത്തെ ജനങ്ങളും അവിടുത്തെ സൈനികരും ഒരു അനീതിക്ക് മുന്നിൽ തലകുനിക്കില്ല. അഭയ് പ്രതാപ് സിംഗ് തൻ്റെ ഗ്രാമത്തിലെത്തിയപ്പോൾ യുദ്ധം ജയിച്ച ഒരു യോദ്ധാവിനെ പോലെയാണ് അവനെ സ്വീകരിച്ചത്. ഗ്രാമവാസികൾ അവനൊരു ആദരവ് ചടങ്ങ് സംഘടിപ്പിച്ചു.
അവിടുത്തെ സ്കൂളുകളിൽ അവന്റെ പേരിൽ ഒരു പ്രചോദന മതിലുണ്ടാക്കി. അതിൽ ഇങ്ങനെ എഴുതി: യൂണിഫോം ശരീരത്തിൽ മാത്രമല്ല, ആത്മാവിലുമുണ്ട്. അത് അനീതിക്ക് മുന്നിൽ ഒരിക്കലും തലകുനിക്കില്ല. അന്ന് അഭയുടെ സഹോദരിയുടെ വിവാഹത്തിൽ കുടുംബാംഗങ്ങൾ മാത്രമല്ല, ഗ്രാമവാസികൾ മുഴുവനും സൈന്യത്തിലെ നിരവധി ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. കാരണം അത് വെറുമൊരു വിവാഹമായിരുന്നില്ല. ഓരോ ഇന്ത്യക്കാരനും തന്റെ സൈന്യത്തിൽ അഭിമാനിക്കേണ്ടതിന്റെ ആഘോഷമായിരുന്നു അത്. ഈ കഥ ഇവിടെ അവസാനിക്കുന്നില്ല. കാരണം ഈ ഒരു സംഭവത്തിനു ശേഷം പലയിടങ്ങളിലും സൈനികരോട് നടക്കുന്ന മോശം പെരുമാറ്റത്തെക്കുറിച്ച് ചർച്ചകൾ തുടങ്ങി. സർക്കാർ നിർബന്ധിതരായി സൈനിക ബഹുമാന ബിൽ പാസാക്കി. യൂണിഫോമിലുള്ള ഒരു സൈനികനോട് മോശമായി പെരുമാറുന്ന ആർക്കും ശിക്ഷ ലഭിക്കുമെന്ന് അതിൽ ഉറപ്പായി. ഈ നിയമപ്രകാരം മന്ത്രി രഘുവൻസ് സിംഗിന് 2 വർഷം തടവ് ശിക്ഷ ലഭിച്ചു. അവന്റെ മുഴുവൻ രാഷ്ട്രീയ ജീവിതവും നഷ്ടപ്പെട്ടു. ഇപ്പോൾ അവൻ ജയിലിലാണ്. അവന്റെ രാഷ്ട്രീയ ജീവിതം പൂർണ്ണമായും അവസാനിച്ചു. അതേസമയം അഭയ് പ്രതാപ് സിംഗിന് രാഷ്ട്രപതി മെഡൽ നൽകി ആദരിച്ചു. അവന്റെ സഹോദരിക്ക് സംസ്ഥാന സർക്കാർ ഒരു വലിയ സർക്കാർ ജോലിയും നൽകി. ഒരു സൈനികന്റെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്താൽ അതിനുള്ള മറുപടി വാക്കുകളാൽ മാത്രമല്ല, രാഷ്ട്രത്തിന്റെ മുഴുവൻ ബോധത്തിൽ നിന്ന് ലഭിക്കുമെന്ന് അഭയ് തെളിയിച്ചു. അതിർത്തിയിൽ രാജ്യത്തെ സംരക്ഷിക്കാൻ സൈനികർക്ക് ജീവൻ നൽകാൻ കഴിയുമെങ്കിൽ രാജ്യത്തിനകത്ത് നടക്കുന്ന അനീതിക്കെതിരെ അവർ എടുക്കുന്ന ഓരോ ചുവടും ഒരു യുദ്ധമാണെന്നും അതിൽ സത്യം മാത്രമേ വിജയിക്കൂ എന്നുള്ള സന്ദേശമാണ് അന്ന് ബഹ്സർ നഗർ കവലയിൽ നിന്ന് രാജ്യം മുഴുവൻ മുഴങ്ങിയത്. പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ നിങ്ങൾ കേട്ട ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും അത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ കൂടുതൽ മികച്ച കഥകൾക്കായി ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.